ഹായ്, ഒരു പുതിയ ടിപ്പുമായിട്ട്. ടിപ്പല്ല കേട്ടോ, എല്ലാവരും ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ നമുക്കതൊന്നും ചെയ്ത് നോക്കാം. വേറെ ഒന്നുമില്ല, താടി ഒന്ന് അടിച്ചാലോ. അത് നല്ല ആയിരിക്കുന്നു, ആണുങ്ങളുടെ ആയിരിക്കുന്നു. അല്ല, നമ്മുടെ തന്നെ. നമുക്കൊരു ഏജ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്ക് മുന്നേ തന്നെ വരണം. ഇവിടെ മീശ, അതുപോലെ കുറച്ച് താടിയൊക്കെ. എനിക്ക് അത്രയൊന്നും ഇല്ല, കാണുന്നുണ്ടോന്ന് അറിയില്ല, ചെറുതായിട്ട് കാണുന്നു. എന്നാലും ഞാനത് പഠിക്കണം എങ്ങനെയാണെന്ന് കാണിച്ചിട്ടാണ്. പഠിക്കാനൊക്കെ ഞാൻ അങ്ങനെ മലയാളത്തിൽ അങ്ങനെ പറയിട്ട് സംസാരിക്കുന്നത് വിചാരിക്കേണ്ട. മൊത്തത്തിൽ അങ്ങനെ എല്ലാവരും പറയുക. അപ്പോൾ റേസർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് സംഭവം. ഇപ്പം എല്ലാവരും ചെയ്യുന്ന സംഭവമാണ്, കാണുന്നില്ലല്ലോ. എല്ലാവരും ചെയ്യണമാണ്. ഇത് ഞാനതൊന്ന് കാണിച്ചു തരാം എങ്ങനെ ചെയ്യാന്നുള്ളത് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പേടിയാണ്, പക്ഷേ ഇത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്നുള്ളൂ. എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തിന് ഗ്ലേസിങ് ഒക്കെ കിട്ടും. നമ്മുടെ ഹെയർ പോയി കഴിഞ്ഞാൽ മുഖത്തിന് തിളക്കം കൂടുതലുണ്ടാവും. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ആദ്യമായിട്ട് വേണ്ടത് ഈ സാധനം ഉണ്ടോ, റേസർ എന്ന് ഞാൻ പറയാം. പിന്നെ ഒരു ടിഷ്യൂ, പിന്നെ ഒരു അലോവേര ജെല്ല്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ അല്ലെങ്കിൽ ക്രീം. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് മുഖത്ത് സാധനം നമ്മൾ തേക്കുന്നത് മോയ്സ്ചറൈസർ. അതും കൂടി ഉണ്ടെങ്കിൽ പരിപാടി നമുക്ക് തുടങ്ങും. അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് ഞാൻ കുറച്ച് അലോവേര ജെല്ല് തേക്കുന്നത്. ഇത് കിട്ടുന്നില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊന്ന് ഓയിൽ ആയി കഴിഞ്ഞാൽ ഈ റേസർ ഓടാൻ മൂവ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് അലോവേര തേക്കുന്നത് കേട്ടോ. നമ്മുടെ സ്കിന്നൊരു ഓയിലി ആയിട്ടുണ്ട്. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം ഇതിങ്ങോട്ട് ഒരു ടാപ്പ് ഉണ്ടാകും ഊരുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഈ പൊസിഷൻ ഇങ്ങോട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനെ താഴെ ഇവിടെ ഇങ്ങോട്ട് ഈ പൊസിഷൻ ഉണ്ടാവും. അത് കുറച്ച് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിവിടെ ഇങ്ങനെ വലിച്ചു പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്ന് ചുളിയാതെ നമുക്ക് കറക്റ്റായിട്ട് അവിടെ കിട്ടും. കാണിച്ചേ. മീശയാണെന്നുണ്ടെങ്കിൽ ഈ അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് കിട്ടാത്തത്. ഇനി നെറ്റിയാണ്. നെറ്റി വേണ്ടുവോളം ദൈവം തമ്മിൽ സഹായിച്ചിട്ടുള്ളതുകൊണ്ട് നെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പൊരിയും കട്ടിയാതെ നോക്കണം കേട്ടോ. നെറ്റി മാത്രമല്ല, ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ബ്ലേഡാണ്, മുറിവില്ല, കുറച്ച് മുറിവുണ്ടാവുള്ളൂ എന്നൊക്കെ വിചാരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല തണ്ണി മൊത്തം ചെത്തി വെച്ചുകൊണ്ടിരിക്കും. സമാധാനത്തിൽ സാവകാശം ചെയ്യാവുന്ന പ്രൊസീജിയറാണ് ഇതൊക്കെ. ഹെയറിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പോരാൻ എളുപ്പമുണ്ടായിരിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അത്ര അധികമൊന്നുമില്ല, കുറച്ചൊക്കെ തന്നെ ഉള്ളൂ. ഇടയ്ക്ക് മന്തിലിത് ചെയ്യുന്നതുകൊണ്ട് അല്ലാതെ ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മളിത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഒരു ഇതെല്ലാം ഫില്ലായിട്ടുണ്ട്. അതിന് ശേഷം ക്ലീൻ ആക്കുക. കഴുകുകയാണെങ്കിൽ നന്നായി. ഞാനത് കഴുകിയിട്ട് വരാം. കണ്ടോ, അപ്പോൾ ഞാൻ കഴുകി തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ഫേസിലെ ഹെയർ ഉണ്ടെങ്കിൽ ഒരു ബ്രൈറ്റുള്ള സ്കിന്നാണെങ്കിൽ കൂടി, ബ്ലാക്ക് ഹെയർ ആണെങ്കിൽ നമ്മൾ ബ്ലീച്ചൊന്നും യൂസ് ചെയ്യാത്ത ആളാണെങ്കിൽ അതിനെ കറുപ്പ് നിറത്ത് കാണിക്കുമ്പോൾ ഫേസ് ഗ്ലോ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ എന്ത് മേക്കപ്പ് ഇട്ടാലും ആ ഹെയർ ഇരിക്കുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ട് സ്കിന്നിൽ പിടിക്കില്ല. അപ്പോൾ ഒരു പാണ്ട് വന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ഹെയർ കളയുന്നത്. വല്ലാതുള്ളവർ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ലേഡീസിന് അത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഇത് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറമോ മോയ്സ്ചറൈസറോ കറക്റ്റായിട്ട് സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം നമ്മുടെ ഹെയർ പോയതിന് ശേഷം അവിടെ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹെയർ പോയതിന് ശേഷം ഉണ്ടായിട്ടുള്ള പോസ് ക്ലോസ് ആവാൻ സഹായിക്കും. അപ്പോൾ അതിനകത്ത് പൊടി എറിയുന്ന കുരുവോ അതിനൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചിലർക്ക് റേസറിലെ ബ്ലേഡ്, ഈ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ, ബ്ലേഡാണ് ഇതിൻ്റെ തുമ്പത്തുള്ളത്, അത് ചിലപ്പോൾ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനും നമ്മൾ യൂസ് ചെയ്യണം. നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യണ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു സിറം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റേസർ കൊണ്ടുണ്ടാവുന്ന ഒരു ഇച്ചിങ്ങും അതുപോലെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ മാറാൻ സഹായിക്കും. അപ്പോൾ എൻ്റെ ഒരു ടിപ്പല്ല, ഒരു പ്രൊസീജിയറാണ്. ഇത് മേക്കപ്പിന് മുമ്പ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അത് നിങ്ങൾക്കിത് ഓക്കെ ആയി, നിങ്ങൾക്കിത് ചെയ്യാൻ കോൺഫിഡൻസ് ആയി എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കുക. ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൂ, നമ്മൾ സ്കിന്നിൽ എവിടെയാണ് ഹെയർ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പതുക്കെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പൊസിഷനൊക്കെ ആണെങ്കിൽ താഴെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങനെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റേസർ വാങ്ങുക, ഹെയർ റിമൂവ് ചെയ്യുക, മുഖത്ത് മേക്കപ്പ് ഇടുക, സുന്ദരിമാരായിട്ട് നടക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ടാറ്റാ, ബൈ, സി യു. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കണ്ട കേട്ടോ. അത് പിന്നെ പറയുന്നില്ല. അപ്പോൾ പിന്നെ കാണാം. ബൈ.